എൻ്റെ പേര് കിരൺ. എൻ്റെ പേര് ദിയ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു അടുത്തായിട്ട് ഒരു ഇന്റർ കാസ്റ്റ് മാരേജ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കായിട്ട് ആരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഇന്റർ റിലീജിയൻ മാരേജുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നമ്മുടെ നാട്ടിൽ വല്ലപ്പോഴും മാത്രമാണെങ്കിലും അന്യ മതസ്ഥർ തമ്മിൽ വിവാഹം കഴിക്കാറുണ്ട് അല്ലെ? ഇങ്ങനെ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ അത് നല്ലപോലെ നാട്ടുകാരൊക്കെ വിളിച്ച് കൂട്ടിയിട്ടുള്ള പരിപാടിയായിട്ട് നടക്കൂല. ഒളിച്ചോട് പോയി വല്ല രജിസ്റ്റർ ഓഫീസിൽ വെച്ചോ അമ്പലത്തിൽ വെച്ചോ മറ്റോ ആണ് ഇങ്ങനെ വിവാഹങ്ങൾ നടക്കാറുള്ളത്. ഇപ്പൊ ഒരേ ജാതിയും മതവും ഒക്കെ ആണെങ്കിൽ പോലും പ്രണയവിവാഹം എന്ന് കേട്ടാൽ ഇപ്പോഴും നെറ്റി ചൊളിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. അപ്പൊ പിന്നെ വെവ്വേറെ മതത്തിലുള്ള രണ്ടുപേർ വിവാഹം കഴിച്ചാലുള്ള അവസ്ഥയെ കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു മുസ്ലിം വിവാഹം നടന്നു. ചെക്കൻ ഹിന്ദുവാണ്, പേര് കിരൺ ബാബു. പെണ്ണ് മുസ്ലിമാണ്, പേര് ഫാത്തിമത്ത് ദിയ. അപ്പൊ കണ്ണൂരിലെ ഇന്റർ റിലീജിയൻ മാരേജ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വിവാദമുഖ്യമായി മാറിയിട്ടുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഈ വിവാഹത്തെ കുറിച്ച് ചില അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നു. അതായത് ഈ ചെക്കന് മുമ്പ് വേറെ 2 വിവാഹം കഴിച്ചതാണ്, വേറെ കുട്ടികളുണ്ട് എന്നൊക്കെയുള്ള ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവ 2 മാസം മുന്നേ രജിസ്റ്റർ മാരേജ് ചെയ്തു എന്ന ആരോപണവും ഉയർന്നിരുന്നു. ഒരു വോയിസ് ക്ലിപ്പ് വഴിയാണ് ഈ അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നത്. ആ വോയിസ് ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്തുതരാം. ഇന്നലെ 2 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്തതാണ്. ഇന്നലെ ലോകമൊത്തം അറിയുന്നു, നാട്ടുകാർ അറിയുന്നു. കണ്ണൂർ മുണ്ടേരി എന്ന സ്ഥലത്ത്, ഇവിടെ മുണ്ടേരി സ്ഥലം, ഇവിടെ കണ്ണൂർ ഷെഹനായി ഡോക്ടറെ ക്ലിനിക്കിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഷെഹനായി ഡോക്ടറെ ഭാര്യന്റെ ഡ്രൈവർ മോനാണ് ഇത്. ഇവരെങ്കിൽ 2 കല്യാണം കഴിച്ചോളൂ. ഇതെല്ലാം പോണ പോക്ക് നോക്കിയിട്ട് ഇതിന്റെ പേരും തിരിച്ചു വരും. ഇതെല്ലാം ഇപ്പൊ ഒരു മോശം കൊണ്ട് തിരിച്ചു വരും. എന്തായാലും ഇൻഷാ അല്ലാഹ് കാത്തിരിക്കാം. ഓക്കെ, കേട്ടല്ലോ. ദിയ ജോലി ചെയ്യുന്ന ക്ലിനിക്കിലെ ഡോക്ടറുടെ ഡ്രൈവറുടെ മകനാണ് ഈ കിരൺ. അച്ഛന് പകരം ചില ദിവസങ്ങളിൽ കിരൺ ഡോക്ടറുടെ ഡ്രൈവർ ആവാറുണ്ട്. അങ്ങനെ ക്ലിനിക്കിൽ വന്നാണ് കിരണും ദിയയും തമ്മിൽ പരിചയപ്പെടുന്നതും പിന്നീട് അവർ പ്രണയത്തിലാകുന്നതും. നമ്മളിപ്പോ കേട്ട വോയിസ് ക്ലിപ്പിൽ കിരൺ മുമ്പ് 2 വിവാഹം ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് വെച്ച് ഇവർക്ക് ഇതിൽ ഒരുപാട് റിയാക്ഷൻ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങി. ഓൾറെഡി ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞതിന് ക്ഷീണത്തിലാണല്ലോ കിരണും ദിയയും. അതിനിടയിൽ ഇങ്ങനെയുള്ള ഒരു അപവാദ പ്രചരണം കൂടി ആയതോടെ ഇവരാകെ തളർന്നുപോയി. അങ്ങനെ തങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് അടക്കം തെളിവാക്കി കാണിച്ചുകൊണ്ട് കിരണും ദിയയും ഒരു വീഡിയോ ചെയ്തു. എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് ആ വീഡിയോയിലൂടെ അവർ വിശദീകരിക്കുന്നുണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ വിവാഹത്തിനെതിരെ യൂട്യൂബിൽ വന്ന ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു. ആ പെൺകുട്ടി പോയത് അന്യമതസ്ഥന്റെ കൂടെ എന്ന് മാത്രമല്ല 2 കല്യാണം കൂടി അവൻ കഴിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ചില പെൺകുട്ടികൾക്ക് വിവരം എന്ന് പറയുന്നുണ്ടാവുന്നില്ല. പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇതിപ്പോ ബുദ്ധിയും ഇല്ലാന്നേ പറയാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ആ ഉമ്മയുടെ ഉപ്പയുടെ സ്നേഹത്തിനോ കണ്ണുനീരിനോ ഒരു വിലയും കൽപ്പിക്കാതെ അവരിങ്ങനെ പോവുക. വല്ലാതെ കഷ്ടം തോന്നുന്നു. എങ്ങോട്ടേക്കാണ് ഇന്നത്തെ സമൂഹത്തിന്റെ പോക്കെന്ന് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ പ്രതീക്ഷകളൊക്കെ പുലർത്തിയിട്ടായിരിക്കും മാതാപിതാക്കൾ തന്റെ മക്കളെ പോറ്റി വളർത്തുന്നുണ്ടാവുക. ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഒരു പെണ്ണിനെ ആക്കി കൊടുക്കുന്ന അത്രയധികം അവര് ആഗ്രഹിച്ചിട്ട് തന്നെയായിരിക്കും അല്ലെ. അതൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഫ്യൂച്ചറും അവക്ക് സെറ്റ് ആക്കി കൊടുത്തു. അവക്ക് ഇതൊന്നും വേണ്ട. അവക്ക് വേണ്ടത് ഇന്നലെ കണ്ട ആ പയ്യൻ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയിട്ട് അങ്ങ് പോവുക. 2 കല്യാണം കഴിച്ചൊരുത്തനാ, അന്യമതസ്ഥനും തന്നെയാ. ഇവരുമായിട്ട് ഒത്തുപോകാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഇപ്പൊ അവർക്ക് ഉണ്ടാവും. കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നീട് തിരിച്ചു വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ അതും നടക്കില്ല. ഓക്കെ, ആ വോയിസ് ക്ലിപ്പ് മാത്രം അടിസ്ഥാനമാക്കിയാണ് ഇവർ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. വോയിസ് ക്ലിപ്പ് കേട്ട് ആരായാലും ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ സാധ്യതയുള്ളൂ. കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു പെണ്ണ് പെരുന്നാൾ കഴിഞ്ഞാൽ അവളുടെ കല്യാണമാണ്. അങ്ങനെയുള്ള പെണ്ണ് മുമ്പ് 2 വിവാഹം കഴിഞ്ഞ ഒരുത്തന്റെ കൂടെ ഒളിച്ചോട്ട് പോയെന്ന് കേൾക്കുമ്പോൾ ആർക്കാരും അത് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വോയിസ് ക്ലിപ്പിൽ കേട്ടത് മുഴുവനും സത്യമല്ല എന്നാണ് കിരണും ദേവും പറയുന്നത്. മാത്രമല്ല അവർ തെളിവും കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കിരണും ദേവും ഒരുമിച്ച് ചെയ്ത ആ വീഡിയോ കണ്ടോക്കാം. എൻ്റെ പേര് കിരൺ. എൻ്റെ പേര് ദിയ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു അടുത്തായിട്ട് ഒരു ഇന്റർ കാസ്റ്റ് മാരേജ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കായിട്ട് ആരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരാൾ ഒരു ഓഡിയോ ഇട്ടതിൻ്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആരും ഇതുവരെ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല, ഇതാക്കിയിട്ടുമില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ തുറന്നു പറയാന്നുള്ള ഇതിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് പറയുന്നത് സത്യം തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കിലെ ലാബിൽ നിന്ന് പരിചയപ്പെട്ടാന്ന്, അങ്ങനെ സ്നേഹത്തിലായതാണ്. നമ്മളതിനെ തുടർന്നിട്ട് സ്നേഹത്തിന് നമ്മൾ എന്തായാലും ഒന്നിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കല്യാണം നേരി മുന്നോട്ടേക്ക് പോയത്. അതും ഇങ്ങനെയൊന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാർ ഇതാക്കിയിട്ട് സങ്കടപ്പെടുത്തി ചെയ്യണമെന്ന് വെച്ചിട്ടൊന്നും ഇതാക്കിയതല്ല. 2 വീട്ടിലും പോയിട്ട് പെരുന്നാളിന് ശേഷം 2 വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിൻ്റെ ഇടക്കാണ് ഇവിടെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരേണ്ടി വന്നതും
എല്ലാം പെട്ടെന്നേനും. ഓക്കെ, അപ്പോൾ ഒളിച്ചോടി കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ദിയയും കിരണും പറഞ്ഞു വെക്കുന്നത് അല്ലേ. ദിയയുടെ വീട്ടിലേക്ക് പെണ്ണ് ആലോചിച്ച് ചെന്നു, ദിയയുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചു, നല്ല രീതിയിൽ കല്യാണം കഴിക്കാമെന്നൊക്കെ ആയിരുന്നു ഇവർ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ അതിനിടയിൽ ദിയയുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാവുകയും അവർ ഒളിച്ചോടാൻ തീരുമാനിക്കുകയുമായിരുന്നു ചെയ്തത് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അല്ലേ. ഇവർ ഈ പറയുന്ന പ്രശ്നം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ദിയയുടെ എൻഗേജ്മെന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫെബ്രുവരി 14 ദിയയുടെ എൻഗേജ്മെന്റ് കഴിയുന്നത്. എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു പെണ്ണ് ഒളിച്ചോടി പോയെന്ന രീതിയിൽ ദിയക്ക് നല്ല ഹെയ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർ പറയുന്നത് ഇവർ തമ്മിലുള്ള പ്രണയബന്ധം അറിഞ്ഞിട്ടും ദിയയുടെ പാരന്റ്സ് നിർബന്ധപൂർവ്വം ആ എൻഗേജ് നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ദൈവമായ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആ പാവം ചെറുക്കനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അവന്റെ ഒരു അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. ഇതൊന്നും അറിയാതെ ആ പാവം ഇതിൽ പെട്ടുപോയി. എൻഗേജ്മെന്റിന് വേണ്ടി എത്ര പൈസ ചെലവാക്കിയിട്ടുണ്ടാകും. പൈസ പോട്ടെ, അത് പിന്നെയും ഉണ്ടാക്കാന്ന് വെക്കാം. അവൻ അനുഭവിച്ച മെന്റൽ ട്രോമ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കി. എന്തായാലും ദിയയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 29 തോന്നുന്നു ഇവർ ഒളിച്ചോടുന്നത്. മാർച്ച് 1 ഇവരുടെ വിവാഹം കഴിഞ്ഞു. കോഴിക്കോടുള്ള ഏതൊരു മഠത്തിൽ വെച്ചാണ് ഇവർ കല്യാണം കഴിക്കുന്നത്. അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കാൻ ശ്രമിച്ചപ്പോൾ ദിയ മതം മാറിയാൽ മാത്രമേ കല്യാണം കഴിപ്പിച്ചു തരൂ എന്നുള്ളതാണ് അമ്പലത്തിലുള്ളവർ പറഞ്ഞത്ര. മതം മാറാൻ ദിയയും മതം മാറ്റാൻ കിരണും തയ്യാറായിരുന്നില്ല. അങ്ങനെ എല്ലാ മതക്കാരെയും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു മഠത്തിൽ വെച്ചാണ് ഇവർ കല്യാണം കഴിക്കുന്നത്. ബാക്കി കേട്ടോക്കാം. അന്ന് തൊട്ടിട്ട് കുറെ പ്രശ്നങ്ങളാണ്. നമുക്ക് നാട്ടിൽ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒളിവിൽ നിൽക്കുന്ന പോലെയുള്ള, റൂമിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ അങ്ങനെ ആയിട്ടുള്ള. ആരോ ഒരാൾ ഒരു വാട്സപ്പിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇവർ 2 കല്യാണം കഴിച്ചാണ്. ആ ഒരു ഓഡിയോ പിന്നെ 2 മാസം മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം കല്യാണം കഴിച്ചാണ്. അതൊന്നല്ല, നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കാം. അപ്പോൾ കുറേ ആൾക്ക് മനസ്സിലാവും. പിന്നെ ഈ അമ്പലത്തിൻ്റെ എന്ന് പ്രശ്നം പറഞ്ഞാൽ ഈ മഠത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ വേറെ കാസ്റ്റ് മാറാനോ ഇതാക്കാനോ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലില്ല, അതുകൊണ്ട് ഒരു മതത്തിന് ഇതാക്കാനോ നിന്നിട്ടൊന്നുമില്ല. എന്നെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ പറഞ്ഞില്ല, എനിക്ക് ഹിന്ദുക്കളെക്കാട്ടിയും കൂടുതൽ മുസ്ലിംസ് ഫ്രണ്ട്സ് തന്നെ ഉള്ളത്. നമ്മളൊന്നും ആ രീതിയിൽ അങ്ങനെ നമ്മൾ വയ്യാമ്പലം ഞാൻ ജനിച്ചു വന്നത്, നമ്മളൊന്നൊരു അങ്ങനെ ഒരു രീതിയിൽ വളർന്നു വന്നത്. നമുക്കൊന്നൊരു മതത്തിൻ്റെ പേരിലൊന്നും ആരും നമ്മൾ ഇതുവരെ ഇതാക്കിയിട്ടില്ല. എന്നെയും ഇതുവരെ എൻ്റെ ചങ്ങായിമാർ അങ്ങനെ ആക്കിയിട്ടില്ല. ഇതിലാണെങ്കിൽ പരിപാടിക്കാന്ന് അവർ വീട്ടിലുള്ള പരിപാടിക്കാന്ന് ഞാനും പോവും, അവർ തിരിച്ചു ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആ ഒരു ഓഡിയോനെ വെച്ചിട്ട്, ആ ഒരു ഓഡിയോനെ മാത്രം വിശ്വസിച്ചിട്ട് എന്താണെന്ന് കൂടി അന്വേഷിക്കാണ്ട് കുറേ ആൾക്കാർ അതിൻ്റെ വീഡിയോ വളരെ മോശമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കല്യാണം കഴിച്ചെന്നെല്ലാം പറയാം, ഞങ്ങൾക്ക് 45 വയസ്സായി എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് നോക്കിയാൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാനത് സൈഡ് കൊടുക്കാം. ഇതാണ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വെച്ച് നോക്കുമ്പോൾ കിരണിന് ആകെ 27 വയസ്സായിട്ടുള്ളൂ, ദിയക്ക് 21. കിരണിന്റെ പ്രായവും മറ്റും വെച്ച് നോക്കുമ്പോൾ അവന് മുമ്പ് 2 കെട്ടിയതാണ് എന്നുള്ളത് ആരും അടിച്ചിറക്കിയതാവാനാണ് സാധ്യത. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. താൻ മുമ്പ് വിവാഹം കഴിച്ചിട്ടില്ല എന്ന് കിരൺ ആണിട്ട് പറയുന്നുമുണ്ട്. ആർക്ക് വേണമെങ്കിലും നാട്ടിൽ വന്ന് പരിശോധിക്കാമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ കല്യാണം കഴിച്ചത് ഇഷ്ടപ്പെടാതിരുന്ന ആരോ ഒരാൾ ഇവരെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി ഇറക്കിയ ഒരു ആരോപണമായിട്ട് ആവാനേ ഇത് സാധ്യതയുള്ളൂ. എന്തായാലും ബാക്കി കേട്ടോക്കാം. വീട്ടിൽ ഞാൻ കുറെ സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് പറയുന്നുണ്ട്, ഞാൻ ഒന്നും എടുക്കാണ്ടാ വന്നത്. അത് പറഞ്ഞിന്, അത് വണ്ടിക്കില് ഞാൻ ഇത് കേട്ടപാട് ഒരു യൂട്യൂബ് വ്ലോഗിൽ ഒരാൾ പറയുന്നുണ്ട് ഇവിടെ എന്തെല്ലാം സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാ വന്നേന്ന്. ഒന്നും എടുത്തിട്ടില്ല വരുമ്പോ. പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി 14 എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞതാ എനിക്ക് താല്പര്യമില്ല. പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല, കുറെ പ്രശ്നമെല്ലാം ഉണ്ടായിന്. അങ്ങനെ ഇത് ലാസ്റ്റ് കഴിഞ്ഞ 20 ഇറങ്ങുന്നതിന്റെ തലേന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യം എന്നെ ഇതിനു വേണ്ടിയിട്ട് ഇത് എന്തായാലും വിളിച്ചേ പറ്റും, മെസ്സേജ് പറ്റും, എന്തായാലും നോക്കിയേ പറ്റുന്നുള്ള ഒരു ഇത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. അപ്പോൾ ഇങ്ങനെയല്ലാന്ന് കുറേ കാര്യങ്ങൾ നമുക്കിത് നമ്മളെ കൊണ്ട് സംസാരിക്കാൻ വേറെ ആരും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഈ കല്യാണം കഴിച്ചെന്ന് പറയുന്ന ആൾക്കാരും ഇത് യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കും അന്വേഷിച്ചാൽ തിരിയും. ഞാനിപ്പോൾ ഇവിടെ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് നിയമപരമായിട്ടുള്ളൊരു മാരേജ് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഇതിന് മുന്നേ 2 കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും ഇവിടെ ഹാജരാക്കുന്നില്ല, ആരും വെളിപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നടക്കാനുള്ളത് നടന്നു. എന്റെ നിലപാട് ഞാൻ പറയാം. ഞാൻ പ്രണയ വിവാഹങ്ങൾക്ക് അനുകൂലമാണ്. അതിപ്പോ സ്വന്തം മതമാണെങ്കിലും വേറെ മതമാണെങ്കിലും അങ്ങനെ തന്നെ. പ്രായപൂർത്തിയായിട്ടുള്ള 2 പേർ പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ വേറെ തെറ്റൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ സെറ്റപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ മാക്സിമം മാതാപിതാക്കളെ ഇടങ്ങാറാക്കാതെ പ്രണയം വിവാഹവും ഒക്കെ നടത്തുകയാണെങ്കിൽ അത്രയും നല്ലത്. അതിത്തിരി പ്രയാസമാണെന്ന് അറിയാം. എന്തായാലും ഭൂരിഭാഗം വരുന്ന മാതാപിതാക്കളും ഇതൊന്നും അനുവദിച്ചു തരാൻ പോകുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അവരെങ്ങനെയും പെട്ടെന്ന് തന്നെ വേറെ കല്യാണം നടത്താൻ നോക്കും. ദിയുടെ കാര്യത്തിലും അങ്ങനെയാണല്ലോ സംഭവിച്ചത്. അപ്പുറത്തൊരു പാവം ചെക്കനാണ് ബലിയാടാവുന്നത് എന്നൊന്നും അവർ ഓർക്കില്ല. അവർക്ക് അവരുടെ അഭിമാനം, അവരുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ ആയിരിക്കും മുൻഗണന. ഇതിനൊക്കെ ശരിക്കും മാറ്റം വരേണ്ടതാണ്. സത്യത്തിൽ മക്കളെ പോറ്റി വളർത്തിയ കണക്ക് ഒരു മാതാപിതാക്കളും പറയാൻ പാടില്ല. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ മക്കൾ വേറെ തന്നെ വ്യക്തികളാണെന്നും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടെന്നും ഒക്കെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ സൊസൈറ്റിയുടെ സെറ്റപ്പ് വേറെ തന്നെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആരും കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന്. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.